ഹലോ ഗായ്സ്, ഇന്ന് ഇത് ശബരിമല ജേണിയാണ്. ഞങ്ങളപ്പോൾ മലയ്ക്ക് പോവാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച കാലത്ത് പോവും. എന്നിട്ട് തിങ്കളാഴ്ച ആണ് പുലർച്ചെയാണ് മലയ്ക്ക് പമ്പ കയറുന്നത്. അപ്പോൾ നമുക്ക് ശബരിമല ജേണി കാണാം. കാലത്ത് തന്നെ നമ്മൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചത്. ഇഡ്ഡലിയും വടയും ചമ്മന്തിയും ചട്നിയും സാമ്പാറും. സമയം 11:15. നമ്മളിപ്പോൾ തിരുവള്ളക്കാവ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് സ്റ്റാർട്ടിങ് പോയിന്റ്. അപ്പോൾ നമുക്ക് ഇനി ഓരോ സ്ഥലത്തും നമ്മൾ റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ സ്വാമി ശരണം, അയ്യപ്പ ശരണം, ബൈ. നമ്മൾ ഇന്നോവ കാറിലാണ് പോകുന്നത്. 7 പേരുടെ സീറ്റാണ്. അപ്പോൾ നമുക്ക് ചോറ്റാനിക്കരയാണ് ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമ്മൾ ചോറ്റാനിക്കര വന്നു. ഉള്ളിലേക്ക് എടുക്കാൻ പറ്റില്ല വന്നത് കാരണം നമ്മളപ്പോൾ ചോറ്റാനിക്കരാണ് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. നമുക്ക് ചോറ്റാനിക്ക് കയറാം. ഏതൊരു അമ്പലമാണെങ്കിലും അവിടെ സ്റ്റെപ്പുകൾ അത് നിർബന്ധമാണ്. സ്റ്റെപ്പുകളില്ലാത്ത ഒരു അമ്പലം പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേരളത്തിൽ. അടുത്തതായി നമ്മൾ ഏറ്റുമാനൂരാണ് പോകുന്നത്. നമുക്ക് ഏറ്റുമാനൂരിൽ പോവാം. അച്ഛനുണ്ട്, പിന്നെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ ഏറ്റുമാനൂർ അമ്പലമാണ്. അപ്പോൾ നമ്മളിവിടെ എത്തി ഏറ്റുമാനൂർ. തിരക്കൊന്നുമില്ല, അമ്പലം ക്ലോസ് ആണ്. അപ്പോൾ നമുക്ക് പോവാം. ഹലോ സ്വാമി. സ്വാമിശരണം. അപ്പോൾ സ്വാമിശരണം. ഇതാണ് നമ്മുടെ കൂടെ വന്ന സ്വാമിമാർ. 3 മാളികപ്പുറവും ഒരു സദസ്സാമി. നമുക്കപ്പോൾ വെള്ളം കുടിക്കാം. ഔഷധ വെള്ളം കുടിച്ചിട്ട് വരാം. അപ്പോൾ നമുക്ക് ഔഷധ വെള്ളം കുടിക്കാം. ഫ്രീ ആണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. ഹായ് 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 ഹായ്. അതെ, നമ്മളറിയാണ്ട് ചെയ്യണം, നല്ല വണ്ണാവോളം ബലം. അറിയാതെ എടുക്കുമ്പോ നമ്മള് പോലെ അറിയാണ്ട് നമ്മളെടുക്കുമ്പോ നന്നാവും. നന്ദീഷിനോട് നേരെ പറഞ്ഞു വെച്ചാൽ നേരെ ദൈവത്തിന് എത്തുന്ന ഒരു ആചാരമുണ്ടായിരുന്നു, ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് കണ്ട് അങ്ങനെ പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ ഉച്ചയായി സമയം. അപ്പോൾ നമുക്ക് വിശന്ന് തുടങ്ങി. അപ്പോൾ നേരെ നമ്മൾ ആര്യാസിൽ പോയി. അപ്പോൾ ചേട്ടൻ പുഞ്ഞരി വെച്ചിട്ട് ചോറാണ് വാങ്ങിച്ചത്. അപ്പോൾ സാമ്പാറൊക്കെ കൂട്ടിയിട്ട് ആള് നല്ലപോലെ കഴിച്ചു. അച്ഛനാച്ച ചപ്പാത്തിയും വടയും പിന്നെ മസാലക്കറിയും, ഞാൻ ഫ്രൈഡ് റൈസാണ്. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് തിന്നു തുടങ്ങി. സോസൊക്കെ ഒഴിച്ചു. പിന്നെ ഫ്രൈഡ് റൈസ് കഴിഞ്ഞിട്ട് ഞാൻ ചേട്ടനെ കറി എടുത്തു. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ ബില്ല്. ചോറിനാണ് ഏറ്റവും കൂടുതലായി 129 രൂപ. പിന്നെ വെജ് ഫ്രൈഡ് റൈസ് ഞാൻ കഴിച്ചു 80, 57 രൂപ ചപ്പാത്തി സെറ്റ്. ടോട്ടൽ 229. GST ഉണ്ടെന്ന് 23. മൂന്നാമത്തെ സ്ഥലം പേട്ടയാണ്. നമുക്ക് പേട്ടക്കുള്ളപ്പോൾ മാവസാവിന് കാണണം. മൂന്നാമത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത് എരുമേലിയ.
അടുത്തതായി ശരിക്കും 4ാമത്തെ സ്റ്റേഷനാണ്, പക്ഷെ ഞാൻ 3ാമത്തേതാണ് കാണിച്ചത്. ഇപ്പം നമ്മൾ പമ്പയിലാണ്. പമ്പയിൽ നിന്ന് കുളിച്ചിട്ടാണ് നമുക്ക് മല കയറേണ്ടത്. പമ്പയത്തെ അവസ്ഥ ഇതാണ്. നമുക്കിനി ഒന്ന് കുളിച്ചിട്ട് പമ്പ നമുക്ക് സന്നിധാനത്ത് എത്തണം. അപ്പോൾ പമ്പയിലധികം വെള്ളമൊന്നുമില്ല, കുറച്ച് വെള്ളമുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മൾ മല കയറുമ്പോൾ നമ്മൾ ഒന്നിങ്ങനെ കുളിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കൈയും കാലും കഴുകണം. അപ്പോൾ നമ്മൾ കൈയും കാലും കഴുകാൻ പോയി. നല്ല തണുപ്പായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ കൈയും കാലും കഴുകി. ഇതാണ് നമ്മുടെ പമ്പ ഗായ്സ്. അപ്പോൾ നമുക്ക് ഇനി സന്നിധാനം വെച്ച് കാണാം. കുറേ നടക്കാണ്ട് നമുക്ക് പമ്പയിലത്തെ വെള്ളം കണ്ട ഇത്രയേ ഉള്ളൂ. പമ്പ മുട്ടിൻ്റെ പാർട്ട് 2 കമ്മിങ് സൂണാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഗായ്സ്. ബൈ.